ഈവനിംഗ് ബ്രേക്കിംഗിലേക്കാണ്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം പഠിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികളെ 3 ആയി തരംതിരിക്കും. പ്രത്യേക പരിഗണന ആവശ്യമുള്ളവർ, ശരാശരിക്കാർ, മെച്ചപ്പെട്ട നിലവാരമുള്ളവർ എന്നിങ്ങനെയാണ് തരംതിരിക്കുക. പ്രത്യേക പരിഗണന ആവശ്യമുള്ളവർക്ക് വ്യക്തിഗത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ഇവർക്കായി അധ്യാപകർ പ്രത്യേകം കർമ്മ പദ്ധതി നടപ്പാക്കണം. ഗോപാൽ ഷീല സനൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ഗോപാൽ ഷീല സനൽ. ക്ലാസ് മുറിക്കുള്ളിലല്ല, അതിന് പുറത്ത് ഓരോ കുട്ടിയെയും പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഉയർന്ന നിലവാരത്തിലേക്ക് അവരുടെ പഠന പ്രവൃത്തികൾ എത്തിക്കുന്നതിനായുള്ള ഒരു ലക്ഷ്യമാണോ ഈ പദ്ധതിക്കുള്ളത്? കുട്ടികളെ വിശ്രമത്തിലാക്കാതെ ആയിരിക്കുമല്ലോ അല്ലേ നടപ്പാക്കൽ? തീർച്ചയായിട്ടും സുജിയ, ഇതിൽ കുട്ടികളുടെ സ്വകാര്യതയെ മാനിക്കുമെന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമായി സൂചിപ്പിക്കേണ്ട ഒന്ന്. വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണകരമായ പദ്ധതി എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം. 1 മുതൽ 7 വരെ ക്ലാസുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യശാസ്ത്രം, ഗണിതം, ഇംഗ്ലീഷ്, ശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ എല്ലാ മാസവും പരീക്ഷകൾ നടത്തും. ഈ പരീക്ഷകൾ നടത്തിയതിനു ശേഷം അത് വിലയിരുത്തിയ ശേഷമാണ് ഈ വിദ്യാർത്ഥികളെ 3 ആയി തരംതിരിക്കുക. അതായത് ശരാശരിക്കാർ, മെച്ചപ്പെട്ട പഠന നിലവാരത്തിലുള്ളവർ, താരതമ്യേന പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർ എന്നിങ്ങനെ 3 ആയി തരംതിരിക്കും. ശേഷം ഈ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രത്യേക വ്യക്തിഗത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഏത് തരത്തിലുള്ള പിന്തുണയാണ് നൽകേണ്ടത്, ഇവർക്ക് പഠനത്തിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ താല്പര്യമുള്ളവരാണോ, അതിൽ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ടോ എന്നടക്കമുള്ള സ്കിൽ ഡെവലപ്മെന്റ് അടക്കം ഇതിൽ ഉൾപ്പെടുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും സ്കൂളുകളിൽ, സ്കൂൾ തലത്തിലാണ് ഇതിന്റെ പ്രാഥമിക ഘട്ടം നടപ്പാക്കാനുള്ള നിർദ്ദേശം അധ്യാപകർക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും സ്കൂളുകളിൽ കൂടുതലായുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം, അതായത് പിന്നോക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾ കൂടുതലാണ് എങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക കർമ്മ പദ്ധതി നിശ്ചയിക്കണം. ആ കർമ്മ പദ്ധതി നിശ്ചയിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഒരു അധ്യാപകരെയോ ഒരു ഉദ്യോഗസ്ഥരെയോ ചുമതലപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ഇത്തരത്തിലൊരു കർമ്മ പദ്ധതി നടപ്പിലാക്കി വ്യക്തിഗത മാസ്റ്റർ പ്ലാൻ രൂപീകരിച്ച ശേഷം ഓരോ മാസവും ഇതിന്റെ അവലോകനം നടത്തണം. ഈ അവലോകനം നടത്തിയതിനു ശേഷം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, എവിടം വരെയൊക്കെ ആയിട്ടുണ്ട്, ഇത് എത്തരത്തിലാണ് ഇതിന്റെ മുന്നോട്ട് പോക്ക് എന്നടക്കമുള്ള റിപ്പോർട്ട് കൃത്യമായി നൽകണമെന്നുമുള്ള അറിയിപ്പാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അതാത് സ്കൂളുകളിലും വിദ്യാഭ്യാസ ഓഫീസർമാർക്കും നൽകിയിരിക്കുന്നത്. ഗോപാൽ ഷീല സനലാണ്. ഇത് നടപ്പാക്കുന്ന രീതി കൂടി പ്രധാനമാണ്. പഠന നിലവാരം പഠിച്ച് കുട്ടികളുടെ മാനസികമായി അവരെ കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ അവരെ തയ്യാറാക്കിക്കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കണം എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിനോട് നമുക്ക് പറയാനുള്ളത്.